കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത് വിദ്വേഷ പ്രചരണം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെയാണ് പരാതി. ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലായിരുന്നു വിദ്വേഷ പ്രചാരണം. കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനോജ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്തത്? ഈ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ കെഎസ്ആർടിസി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ ഈസ്റ്റർ ദിനത്തിലാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിരിക്കുന്നത്. അതും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതായത് കൊല്ലത്തെ കെഎസ്ആർടിസി ഡിപ്പോയിലെ തന്നെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള അനിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം വാട്സപ്പ് നിന്നും മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, അതായത് ഈ കെഎസ്ആർടിസി ജീവനക്കാരൊക്കെ ഉൾപ്പെടുന്ന VR ഫ്രണ്ട്സ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഇത്തരത്തിലൊരു ചിത്രം, അതായത് ആ ചിത്രം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ക്രൈസ്തവ വിശ്വാസങ്ങൾ, അതായത് വിശ്വാസികൾ ഈ കുരിശുമേന്തി നടക്കുന്നത് പോലെ സുരേഷ് ഗോപിയുടെ തല മാത്രം വെട്ടിയെടുത്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവഹേളനം നടത്തിക്കൊണ്ട് ഈ ഒരു ചിത്രം പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് ക്രൈസ്തവ വിശ്വാസങ്ങളെ തന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു പ്രചാരണം, മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ യുവമോർച്ച പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ്. കാരണം സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ളതായാണ് ഇദ്ദേഹത്തിന്റെ ആ വാട്സപ്പിലെ മറ്റ് ചിത്രങ്ങൾ കൂടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അത് ഈ സർക്കാർ ജീവനക്കാരനായിരുന്നു തന്നെ കേന്ദ്രമന്ത്രിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ കൃത്യമായും ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലമടക്കം പരിശോധിച്ച് മാത്രമേ ഇനി ജോലിയിൽ തുടരാൻ അനുവദിക്കാവൂ എന്നുള്ള കാര്യമാണ് ഈ യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉടനടി നടപടി വേണമെന്നാണ് ഈ യുവമോർച്ചയുടെ ആവശ്യം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇദ്ദേഹം ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹത്തിനോട് തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നതും ആ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഭാഗത്തു നിന്നും വിളിച്ച സമയത്തും ഇദ്ദേഹം ആദ്യമൊക്കെ സമ്മതിച്ചില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ കുട്ടികൾ ആരോ ആണ് ഇത്തരത്തിൽ ചെയ്തതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ നടപടി വേണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. നമ്പ്യാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത് വിദ്വേഷ പ്രചാരണം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെയാണ് പരാതി. ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലായിരുന്നു വിദ്വേഷ പ്രചാരണം. അനിലിനെതിരെ യുവമോർച്ച പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.